പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ ഇനി എടുക്കുന്ന തീരുമാനങ്ങളും വിഷയത്തിൽ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളുമാണ്. നിർണായകമായ കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആക്രമണം നടത്തിയ ഭീകരരും സൈന്യവും തമ്മിൽ നേരിട്ട് വെടിവെപ്പ് നടന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി അതിർത്തിയിൽ നിന്ന് പുറത്തുവരുന്നത്. കശ്മീരിലെ വനമേഖലയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. 4 തവണ സൈന്യം ഭീകരർക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. തിരിച്ചടിക്ക് പൂർണ്ണമായും സജ്ജമാണെന്ന് നാവികസേനയും അറിയിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പലുകളുടെ അടക്കം ചിത്രം എക്സിൽ പങ്കുവെച്ചാണ് നാവികസേന മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സജ്ജമാണെന്നും നാവികസേന എക്സിൽ കുറിച്ചു. പരിശീലനം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. നിയന്ത്രണ രേഖയിലെ വെടിവെപ്പും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകോപനമില്ലാതെയാണ് പലപ്പോഴും പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തുന്നത്. അതിർത്തിയിലെ കർഷകരോട് 48 മണിക്കൂറിനകം വിളവെടുപ്പ് പൂർത്തിയാക്കാനും BSF നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതു നിമിഷവും എന്തും നടക്കാവുന്ന സാഹചര്യമാണ് അതിർത്തിയിലുള്ളത്. ഏതു തരത്തിലുള്ള ആക്രമണങ്ങളും നേരിടാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനിടെ പഹൽഗാം വിഷയത്തിൽ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളും ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് പല ലോകശക്തികളും തയ്യാറാവുന്നത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുമെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കാലങ്ങളായി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യയും പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ വലിയ ശക്തികളായ അമേരിക്കയെയും റഷ്യയെയും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചത് ഈ കാലയളവിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈന. പാകിസ്ഥാൻ എല്ലാ കാലത്തെയും സുഹൃത്തുക്കളാണെന്നാണ് ചൈന പ്രതികരിച്ചത്. ചൈനയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇന്ത്യ ഇനി നടത്തുന്ന നീക്കങ്ങളും ലോകരാജ്യങ്ങളുടെ നിലപാടുകളും തന്നെയായിരിക്കും. കാത്തിരിക്കാം ഇന്ത്യയുടെ ചാണക്യ തന്ത്രങ്ങൾക്കായി.